എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 15-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ പരമകിമു ബഹൂക്ത്യാ ത്വത്പദാംബോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയുപാധൽ സ്വഭക്തിം. ഓം ശ്രീകൃഷ്ണാർപ്പണം. ശ്രീകൃഷ്ണായ നമോ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. പരമപുരുഷനായ അല്ലെങ്കിൽ സർവോത്തമനായ മഹാവിഷ്ണു കിമു ബഹൂക്ത്യ എന്തിനേറെയൊക്കെ പറയുന്നു. ത്വൽപദാംബോജഭക്തിം അങ്ങയുടെ പാദാംബുജങ്ങളിലുള്ള ഉറച്ച ഭക്തി. സകല ഭയവിനേത്രീം സകല ഭയങ്ങളെയും നശിപ്പിക്കുന്നതാണ്. സർവകാമോപനേത്രീം സകല അഭീഷ്ടങ്ങളെയും നൽകുന്നതുമാണ്. വദസി ഖലു ദൃഢം ത്വം അങ്ങ് ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ. തത് മേ ആമയാൻ വിധുയ അതുകൊണ്ട് എൻ്റെ രോഗങ്ങളെ മാറ്റിയിട്ട്. ഗുരുപവനപുരേശ ഹേ ഗുരുവായൂരപ്പ ത്വയി ഭക്തിം ഉപാധൽ സ്വ അങ്ങയിൽ ഭക്തി ഉണ്ടാക്കിത്തരേണമേ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം ചേർത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? പരമപുരുഷനായ മഹാവിഷ്ണു എന്തിനേറെ പറയുന്നു. അങ്ങയുടെ പാദാംബുജങ്ങളിലുള്ള ഉറച്ച ഭക്തി സകല ഭയങ്ങളെയും നശിപ്പിക്കുന്നതും സർവേച്ഛകളെയും പ്രദാനം ചെയ്യുന്നതും ആയി ദൃഢരൂപത്തിൽ വർണ്ണിക്കപ്പെടുന്നുണ്ടല്ലോ. ഹേ ഗുരുവായൂരപ്പ അതുവഴി എൻ്റെ സർവ്വരോഗങ്ങളെയും ശമിപ്പിച്ച് അങ്ങയിൽ ഭക്തിയുണ്ടാക്കി തരേണമേ. അതായത് കപിലോപദേശത്തിൻ്റെ സാരം എടുത്തു കാണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. കപിലോപദേശത്തിലൂടെ ഭഗവാൻ എന്തെല്ലാം ആത്മോപദേശമാണോ ദേവഹൂതിക്ക് നൽകിയത് അതെല്ലാം ചുരുക്കി വർണ്ണിച്ചു ഭട്ടേരിപ്പാട്. എന്നിട്ട് പറയാണ്, എന്തിനാ ഭഗവാൻ ഏറെയൊക്കെ പറയണേ? അങ്ങയിൽ ഉറച്ച ഭക്തി ഉണ്ടെങ്കിൽ എല്ലാ ഭയങ്ങളും മാറും, സർവ ആഗ്രഹങ്ങളും സാധിക്കും. ഇത് അങ്ങ് തന്നെ ദൃഢമായി പറയുന്നുണ്ടല്ലോ പല ഗ്രന്ഥങ്ങളിലും. ഹേ ഗുരുവായൂരപ്പ അതുകൊണ്ട് എന്താ ആഗ്രഹം? എനിക്കിപ്പോൾ ആകെ ഭയം ആരെയാ? രോഗങ്ങളെയാണ്. അതുകൊണ്ട് എൻ്റെ ഈ രോഗങ്ങളെല്ലാം മാറ്റി എനിക്ക് ഭക്തി ഉണ്ടാക്കി തരണം. അങ്ങയെ ഭജിച്ച് പരമാനന്ദം അനുഭവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആദ്യം ഇവിടെ എന്താ പറയണേ? എനിക്ക് എൻ്റെ സർവ്വരോഗങ്ങളും മാറ്റിത്തരേണമേ. തത്മേ ആമയാൻ വിധുയ എന്നാ പറയുന്നത്. അതിന് ശേഷമാണ് എന്തു പറയുന്നത്? എനിക്ക് ഈ രോഗങ്ങളെല്ലാം ശമിപ്പിച്ചതിനു ശേഷം എന്തുണ്ടാക്കിത്തരണം? അങ്ങയിൽ ഉറച്ച ഭക്തി ഉണ്ടാക്കിത്തരേണമേ ഗുരുവായൂരപ്പ. ത്വയി ഭക്തിം ഉപാധൽ സ്വ ഭക്തി ഉണ്ടാക്കിത്തരേണമേ. കാരണം ഒരുപാട് അസുഖങ്ങളെല്ലാം വന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ ഭജിച്ചിരിക്കാൻ പറ്റില്ല. അത് മൂർച്ഛിച്ചങ്ങോട്ട് മരിച്ചു പോവും എന്ന് ഭട്ടേരിപ്പാടിനറിയാം. അപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് ഈ രോഗങ്ങളുടെ എല്ലാ ഭയങ്ങളും തീർത്ത്, ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, എൻ്റെ സർവ്വ രോഗങ്ങളെയും മാറ്റി തന്നിട്ട് ഭക്തി വർദ്ധിപ്പിച്ചു തരേണമേ ഗുരുവായൂരപ്പ എന്ന്. നമ്മളിലും പലരും പല പല പ്രശ്നങ്ങളും അസുഖങ്ങളും ഉള്ളവരാ. അസുഖങ്ങളെക്കാൾ കൂടുതൽ മാനസിക വ്യാപാരങ്ങളാ, ചിന്തകളാ, പ്രശ്നങ്ങളാ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഭക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടാറില്ല പലർക്കും.
അതുകൊണ്ട് എന്തു വേണം? അതെല്ലാം മാറ്റി മനഃശാന്തി തരണം ആദ്യം കൃഷ്ണ. അത് തന്നെയാണ് ഏറ്റവും വലിയ അസുഖം, മനഃശാന്തി ഇല്ലായ്മ. അതുകൊണ്ട് എല്ലാ അശാന്തിയും മാറ്റി സമാധാനപരമായ ഒരു മനസ്സുണ്ടാക്കിത്തരണം. എങ്കിലേ അവിടെ ഭക്തി വളരൂ. ഭഗവാനെ, ഞങ്ങൾക്കെല്ലാവർക്കും ഭക്തി തരേണമേ എന്ന പ്രാർത്ഥനയോടെ ഈ 15-ാം ദശകവും ഭഗവാനിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.